എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. RSSന്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസർ പൃഥ്വിരാജിനെതിരെ നിരന്തരം ആരോപണങ്ങളുമായി രംഗത്തെത്തുന്ന ഈ സാഹചര്യത്തിൽ പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരൻ മലയാള മാധ്യമങ്ങളിലൂടെ പല കാര്യങ്ങളും പറഞ്ഞ് രംഗത്തെത്തുന്ന കാഴ്ച നമുക്ക് കാണാമായിരുന്നു. മാതൃഭൂമി ചാനലിലാണ് ഓർഗനൈസർ എന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് മല്ലിക സുകുമാരൻ രംഗത്തെത്തിയ വാർത്ത വലിയ രീതിയിൽ മാധ്യമങ്ങൾ ഇപ്പോൾ ആഘോഷമാക്കുന്നുണ്ട്. പോരാത്തതിന് പൃഥ്വിരാജിനെ ഞാൻ അങ്ങനെയല്ല വളർത്തിയത്, പൃഥ്വിരാജ് ചതിക്കുന്ന ഒരാളല്ല എന്നൊക്കെയാണ് മല്ലിക സുകുമാരൻ പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് പിണറായി വിജയനെ പോലുള്ള വ്യക്തികൾ ഇവിടെ വീണ്ടും ഭരണത്തിൽ വരണമെന്നും അങ്ങനെ വന്നാൽ മാത്രമേ സംഘപരിവാർ ശക്തികളെ ഇവിടെ തളയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കൈരളി അടക്കമുള്ളവർ വാർത്ത ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതായത് മുൻ സെൻസർ ബോർഡ് അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ചർച്ചയാവുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ഷിജിൽ കെ കടത്തനാട് എന്നുള്ളതാണ്. മല്ലിക സുകുമാരന് ഓർമ്മയില്ലായിരിക്കാം, പക്ഷേ ഞാൻ ഓർമ്മിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. RSSുമായി പൃഥ്വിരാജിന്റെ ബന്ധം, അല്ലെങ്കിൽ RSS എന്താണ് പൃഥ്വിരാജിനോട് ചെയ്തത്, അല്ലെങ്കിൽ RSSന് പൃഥ്വിരാജിന്റെ ജാതകം അറിയില്ല എന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞ കാര്യത്തെ അപഗ്രഥിക്കുകയാണ് ഇദ്ദേഹം. മല്ലിക സുകുമാരൻ എന്ന അമ്മയോട് പൃഥ്വിരാജിന്റെ ജാതകം RSSന് അറിയില്ല എന്ന് അമ്മ പറയുന്നത് കേട്ടു. അമ്മ മറന്നുപോയോ? ഏകദേശം 20 വർഷം മുൻപ് സത്യം സിനിമ ഇറങ്ങിയ കാലത്ത് മകന്റെ ജാതകം മട്ടാഞ്ചേരി മാഫിയ തിരുത്തി എഴുതാൻ നോക്കിയപ്പോൾ RSS എഴുതിയ ജാതകമാണ് നിങ്ങൾ മകനിൽ ചാർത്തി കൊടുക്കുന്ന എല്ലാ വിജയങ്ങളുടെയും പിന്നിലെന്നത് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കരഞ്ഞ കണ്ണും കലങ്ങിയ മനസ്സുമായി അമ്മയും മകനും കൂടി കടന്നു വന്ന ഒരു അനന്തപുരിയിലെ പടിയുണ്ട്. അന്ന് ആ അമ്മയ്ക്കും മകനും നൽകിയ പിന്തുണ മറന്നുപോയോ എന്ന് ഇന്ന് നൽകിയ ഇന്റർവ്യൂ കണ്ടപ്പോൾ തോന്നിപ്പോകുന്നു. അതുകൊണ്ട് ഈ എഴുത്ത് ഒരു ഓർമ്മപ്പെടുത്തലായി കരുതുമല്ലോ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. RSSും അതിൻ്റെ നേതൃത്വവും നൽകിയ പിന്തുണയിൽ നിന്നുമാണ് ഇന്ന് കാണുന്ന പ്രധാന നടനും സംവിധായകനും ഒക്കെയായി മകന് മാറാൻ പറ്റിയത്. അല്ലെങ്കിൽ അന്നു തന്നെ മകന്റെ സിനിമാ ജീവിതം അവസാനിച്ചേനെ. പിന്നീട് മട്ടാഞ്ചേരി ലോബിയോടൊപ്പം തന്നെ ചേർന്ന് സിനിമാ മേഖലയിൽ മകൻ നടത്താൻ ശ്രമിക്കുന്ന പച്ച വിപ്ലവത്തിന് നയവഞ്ചകന്റെ എല്ലാ മെയ്വഴക്കവുമുണ്ട്. വർത്തമാന കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതും എമ്പുരാന്റെ റിലീസിന് ശേഷം ചർച്ചയാകുന്നതും അതുകൊണ്ടാണ്. അമ്മ അന്ന് സംസാരിച്ച ഒരാൾ എല്ലാം മുകളിലിരുന്ന് കാണുന്നുണ്ട് എന്നും ബാക്കിയുള്ളവർ ഇതേ പ്രസ്ഥാനത്തിൽ ഉണ്ടെന്നും ഓർമ്മപ്പെടുത്തുന്നു. കെ ഷിജിൽ, മുൻ സെൻസർ ബോർഡ് അംഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.